സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമേ പറയട്ടെ, കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ച ആ ഒരു നിമിഷത്തിന് ശേഷം വിത്തിൻ അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ ഗോവിന്ദ മാഷ് 81 പേരുടെ ലിസ്റ്റുമായിട്ട് വരുന്നു. നോക്കൂ, നമ്മുടെ കനകൂലി ടീമിന്, കോൺഗ്രസ് ടീമിന് ഇപ്പോഴും ആരൊക്കെയാണ്, എവിടൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് മത്സരിക്കേണ്ടതിനെ കുറിച്ചിട്ട് ഒരു പിടുത്തമില്ല. ഏതൊരു മഹാനുഭാവൻ ഏതൊരു മൂലയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ അരുൺ കുമാറിന്റെ ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും LDF നന്നായിട്ട് സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇപ്പോൾ സംസാരിക്കുന്നത് അരുൺ കുമാറാണ്. അതിഗംഭീരമായ ടോക്ക് എന്നുള്ള വേറെ പറയല. 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. 4:30 ആകുമ്പോഴേക്കും CP-യുടെ 25 സ്ഥാനാർത്ഥികളുടെയും ലിസ്റ്റുമായി വിനോദ് വിശ്വം. 5 മണിയാകുമ്പോഴേക്കും 75 സ്ഥാനാർത്ഥികളുടെയും 26 സ്വതന്ത്രരുടെയും പട്ടികയുമായി പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ്. 5:30 മുഴുവൻ സ്ഥാനാർത്ഥികളും, ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും തെരുവിൽ അണികൾക്കുമായി റോഡ് ഷോ നടത്തുന്നു. അതായത് ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടികയല്ല, സ്ഥാനാർത്ഥികളുമായിട്ട് റോഡ് ഷോ നടത്തുന്ന പാർട്ടിയായിട്ട് CPM-ഉം CPI-യും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അഥവാ LDF. സുഹൃത്തുക്കളെ, ഇതാണ് ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ LDF എന്ന് പറയുന്നത് സുശക്തമാണ്, കൃത്യമാണ്, വ്യക്തമാണ്. തങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ മത്സരിക്കുന്നതെന്നും എന്ന് കൃത്യമായിട്ടും LDF-ന് ബോധമുണ്ട് എന്നർത്ഥം. മറ്റുള്ളവരെ ഇപ്പോൾ സ്റ്റേജിൽ ഒരു ഇടം കിട്ടാൻ വേണ്ടി തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കനകൂര് പറയുന്നതിനനുസരിച്ചിട്ട് എല്ലാ നുണകളും ഒക്കെ വെളുപ്പിച്ചിങ്ങനെ നടക്കുന്ന ഒരു സമയത്താണ് ഇവിടെ ഇങ്ങനെ കൃത്യമായിട്ടും LDF ഒരു സംഗതി അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഇടതുവശത്ത് ആ ലിസ്റ്റ് മുഴുവൻ കാണാൻ കഴിയും. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഇവിടെ ആരെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ കോൺഗ്രസ്സുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലിസ്റ്റുള്ള ഒരു 10 പേരുടെയെങ്കിലും, ഒരു 10 സ്ഥലത്തെ പേരുടെയെങ്കിലും പേരുകളൊന്ന് എഴുതാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ അഭിമാനമുള്ള ഒരു കാര്യമായി തീരും കേട്ടോ. എന്തായാലും കണ്ടോ. മാറിക്കഴിഞ്ഞിരിക്കുന്നു. 106 സ്ഥാനാർത്ഥികൾ ഇന്ന് തെരുവിലിറങ്ങി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എവിടെ UDF? ചിത്രത്തിൽ എവിടെ? 2 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇലക്ഷൻ ഒന്ന് പ്രഖ്യാപിച്ചോട്ടെ, സ്ഥാനാർത്ഥി പട്ടിക ഉടൻ വരും എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. മണിക്കൂർ ഇത്രയും കഴിഞ്ഞു, 2 പേരുടെ പേര് പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യം. ആദ്യം മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞു, 51 ചുരുങ്ങി. ഇതിപ്പോ നമുക്ക് അവരങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ഇനി നിങ്ങൾ മുമ്പിലേക്ക് കാണേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇതേ ഒരു ചാനലിൽ തന്നെയുള്ള ഒരാള് ഗംഭീരമായിട്ടും UDF-ന് ഒന്ന് മെഴുക്കിട്ടൊന്ന് നേരം പോലെ നേരാക്കാനുള്ള ശ്രമം നടത്തുന്നതാണോ ഒന്ന് കണ്ടോക്കണം കേട്ടോ. ഒരു ഉരുട്ടിക്കൊണ്ടുവരലാണ്. കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് 2 മണിക്കൂർ മതി, ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി പട്ടികയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്, നാളെ ഇപ്പോൾ 51 പേരുടെ പട്ടിക പുറത്തു വരുമെന്നാണ് നേരത്തെ കിട്ടുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് 32ലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കാനാവുന്നത്, നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന പല പേരുകളിൽ നിന്നും കുറച്ചുകൂടി വിജയ സാധ്യത എന്നതിലേക്ക് കുറുക്കി വരുന്നതിന് എടുക്കുന്ന സമയമായി. എവിടൊക്കെയാണ് ഈ കുറുക്കി കൊണ്ടുവരുന്നത് വലിയ പിടുത്തൊന്നുമില്ല. എന്തായാലും കുറുക്കി എങ്ങനെ കൊണ്ടുവന്നാലും VD സതീശൻ അതിന്റെ മുൻപന്തിൽ ഉണ്ടെന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ല. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള സമയം കോൺഗ്രസ് എടുക്കുന്നത്. അതായത് നേരത്തെ വന്ന പട്ടികയിൽ നിന്നും കുറച്ചുകൂടി വിജയ സാധ്യത ഉള്ളവരിലേക്ക് ആ ചർച്ച നീങ്ങുന്നതുകൊണ്ടെടുക്കുന്ന സമയം. അതെ, കുറുക്കി എന്നുള്ളതല്ല, ഞാൻ ആ വാക്കിൽ കുറുക്കി എന്നുള്ളതാണ്. അത് ഹൈക്കമാൻഡിനെ കുറുക്കി ഇപ്പൊ അങ്ങനെ എത്തിയിട്ടുണ്ട്. അതാണ് കുറുക്കി എന്ന് പറഞ്ഞത്. ശരിയാണ്, ശരിയാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ മറ്റാളും ഗംഭീരമായിട്ട് ചിരിച്ചു തുടങ്ങി. അതായത് സ്മൃതിക്ക് ഇവിടെ ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് സ്മൃതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായി കഴിഞ്ഞു. കാരണം ബാക്കി കണ്ടു. ഇങ്ങനെ അപമാനിച്ച് ചിരിക്കല്ലേ. തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം ഇവിടെ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന ചർച്ച എന്താ പറയുക, ഹൈക്കമാൻഡിൽ MP-മാരും മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. തീരുമാനമായിട്ടില്ല. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ രാത്രി തീരുമാനമായിട്ടില്ല. MP-മാർ മത്സരിക്കണോ വേണ്ടയോ? ആദ്യഘട്ടത്തിൽ ഹൈക്കമാൻഡ് പറഞ്ഞു MP-മാർ മത്സരിക്കേണ്ട. സംസ്ഥാനത്തു നിന്നുള്ള 3 വിദ്വാന്മാരും ശിവഗിരി പടവും അതേപോലെ ഒരു പ്രത്യേക സമുദായത്തെയും കൂട്ടിപ്പിടിച്ച് സമ്മർദ്ദം ചെലുത്തി. ഇപ്പോ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് മാറ്റാൻ നിവൃത്തിയില്ല. വേറൊരു വിദ്വാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ KPCC അധ്യക്ഷനായിരുന്ന മനുഷ്യൻ കണ്ണൂരിൽ മത്സരിക്കാൻ കച്ചകെട്ടിയിരുന്ന് ആകെപ്പാട് പുലിവാലുണ്ടാക്കി. ഇപ്പൊ K. സുധാകരനെ മത്സരിപ്പിച്ച അടൂർ പ്രകാശിനെ മത്സരിക്കേണ്ടി വരും. അടൂർ പ്രകാശിനെ മത്സരിപ്പിച്ച കൊടിക്കുന്നിൽ സുരേഷ് നിശ്ചയമായിട്ട് മത്സരിക്കും. അപ്പൊ 3 MP-മാർ കേരളത്തിൽ മത്സരിക്കണം. ഒരു MP ഇവിടെ മത്സരിക്കുമ്പോൾ ലോക്സഭയിൽ വിജയിച്ചു വന്നാൽ ലോക്സഭയിലേക്ക് വരുന്ന ഉപതെരഞ്ഞെടുപ്പിന് 9 കോടി രൂപ ചെലവാകും. 3 പേർ മത്സരിച്ച 27 കോടി രൂപ ആരുടെ അക്കൗണ്ടിൽ കൊടുക്കും? ജനങ്ങൾ ചോദിക്കൂലേ? ഈ മുഴുവൻ ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് ഫാക്ടർ VD സതീശൻ നടന്നുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ MP-മാർ മത്സരിക്കുന്നതോടുകൂടി അത് തകർന്ന് തരിപ്പണമാവും. അപ്പോ
അവിടെ കൃത്യമാണ് കേട്ടോ, വളരെ എന്തൊരു കൃത്യമായിട്ടാണ് എങ്ങനെയാണ് ഈ കോൺഗ്രസ്സുകാർ ഈ കനകോലുവിന്റെ വർത്താനം വീട്ടുകൊണ്ട് ആകെ മുങ്ങി തീർന്ന് പണ്ടാരടക്കി കൊണ്ടിരിക്കുന്നത് ആണ് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം ഇതുവരെയായിട്ടും ഒരു രണ്ടുപേരുടെയെങ്കിലും ഈ മത്സരിക്കാൻ കിടക്കുന്ന ആളുകളുടെ രണ്ടുപേരുടെയെങ്കിലും ലിസ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. ഇതാ ഇലക്ഷൻ അടുത്തു, വളരെ പെട്ടെന്നാണ്, അടുത്ത മാസം വിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ആ വിരല് ആ മഷി എന്താ പറയുക പതിപ്പിക്കേണ്ട സമയമായി. അത്രയ്ക്കധികം ചുരുങ്ങിയ ദിവസങ്ങളെ നമ്മുടെ മുമ്പിൽ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോഴത്തിനാണ് ഇവന്മാർ ഇവിടെ കിടന്നിട്ട് കനകൂല് കളിക്കുന്നത്. ഇനി ഇതിനൊപ്പം തന്നെ ന്യായീകരിക്കാൻ പാടുപെടുന്ന ഒരു വീഡിയോ കൂടി നിങ്ങൾ എന്തായാലും കാണേണ്ടി വരും. അത് ഗംഭീരമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും താരതമ്യമുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. പിണറായി വിജയൻ എന്ന CPM-ന്റെ പടനായകനാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറും പിണറായി വിജയൻ തന്നെ. ഇതാ ക്യാപ്റ്റനെ നെഞ്ചേറ്റിക്കൊണ്ട് അവിടുത്തുകാർ ആദ്യത്തെ ഫ്ലെക്സ് സ്ഥാപിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിലാണുള്ളത്. ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിവിടെ വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് CPIM പ്രവർത്തകർ. നമുക്ക് ഈ ഫ്ലെക്സ് ബോർഡിലേക്ക് പോകാം. മുഖ്യമന്ത്രിയുടെ വലിയൊരു ചിത്രമുണ്ട്. ഒപ്പം തന്നെ വികസന വഴിയിൽ ജനങ്ങളോടൊപ്പം, അതാണ് ഒരു ക്യാപ്ഷനായി നൽകിയിട്ടുള്ളത്. ധർമ്മടം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി സഖാവ് പിണറായി വിജയൻ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ LDFന്റെ ഈ ഒരു സംഘടനാ സെറ്റപ്പിനെ കുറിച്ചിട്ടാണ്. കാരണം ഇവർക്ക് എല്ലാറ്റിനും ഒരു കൃത്യമായിട്ടുള്ള സംഘടനാ സെറ്റപ്പ് ഉണ്ട്. എന്താണ് എവിടെയാണ് പറയേണ്ടതെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. എല്ലാം വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇലക്ഷൻ പ്രഖ്യാപിച്ച് വിത്തിൻ മിനിറ്റ്സ്, വിത്തിൻ ഹവേഴ്സ് ആളുകൾ മുഴുവൻ ലിസ്റ്റ് പുറത്തേക്ക് വിടുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നു. അവരൊരു വലിയ ഒരു ജാഥയായിട്ട് ഒരു പ്രകടനമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഗംഭീരമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം അത്രയ്ക്കും കൃത്യമാണ് എല്ലായിടത്തും. ഈ കഴിഞ്ഞ 10 വർഷം എത്രത്തോളം കൃത്യമായിട്ടാണോ ഭരണം മുന്നോട്ട് പോയത്, അത്ര തന്നെ കൃത്യമായിട്ടാണ് ഇനിയും ഇവർ മുന്നോട്ട് പോകാൻ നിൽക്കുന്നതെന്ന് ആ ഒരു ചിത്രം കൊണ്ട് നമുക്ക് വ്യക്തമാണ്. ഇനിയിപ്പോൾ ആ ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യുവാക്കളെ കൊണ്ട് അണിനിരത്തിയിട്ടുണ്ട്. കവികളുണ്ട്, കലാകാരന്മാരുണ്ട്, നല്ല രാഷ്ട്രീയ പരിചയമുള്ള എത്രയോ ആളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾക്ക് ഒരു സംശയവുമില്ലാതെ വോട്ട് പോയിട്ട് അഭിമാനത്തോട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകളെയാണ് നിരത്തിയിരിക്കുന്നതാണ്. നുണ പറഞ്ഞ് വിജയിക്കണോ അതോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, എൻ്റെ തവനൂർ മണ്ഡലത്തിൽ KT ജലീൽ തന്നെയാണ് മത്സരിക്കുന്നത്. ബൈ.